ഇത്തവണത്തെ നമ്മുടെ വീട്ടിലെ ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ച് ഇതേ ഈ കറികളൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടാലോ. ആദ്യം തന്നെ ചെമ്മീൻ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് എല്ലാം കൂടി ഇട്ടങ്ങ് പുരട്ടി വെച്ചു. പിന്നെ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയും. അപ്പോഴേക്കും ചെമ്മീൻ മാരിനേറ്റ് ആയി വന്നപ്പോഴേക്കും അതങ്ങ് വറുത്ത് കോരി സൈഡിൽ മീൻകറിയുടെ ചട്ടിയും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്തവണ തേങ്ങ അരച്ച് മീൻ വെക്കാം എന്നാണ് വിചാരിച്ചത്. മീൻ കിട്ടിയതുകൊണ്ട് അതിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ആദ്യമായി ഞാനൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. അതാണ് ബീഫ് വെന്താലു. വെളുത്തുള്ളി, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം വെള്ളം തൊടാണ്ട് നമ്മൾ അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ബീഫിൽ അങ്ങ് പുരട്ടി ശരിക്കും ഓവർനൈറ്റ് വെച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിതിപ്പോൾ ഒരു 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മുരിങ്ങയുടെ തണ്ട് കിട്ടുവാണെങ്കിൽ അതും കൂടി ഇട്ടോളൂ കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയില്ല. കാര്യം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം സെറ്റായിരുന്നേ. കൂട്ടത്തിൽ ഒരു മോരുകറിയും പിന്നെ ചർലാസെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അതും കൂടി ഇട്ടപ്പോഴേക്കും നമ്മുടെ ലഞ്ച് മെനു സെറ്റായി. ഒരു പ്ലേറ്റ് എടുത്ത് ഇതെല്ലാം കൂടെ വിളമ്പുമ്പോഴേക്കും ഉണ്ടല്ലോ അവിടെ നിന്ന് അമ്മൂസ് അമ്മേ വിശക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം. നിങ്ങൾ എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.